ഇന്ന് നമ്മൾ പോട്ടയിലേക്ക് പോവാണ് കേട്ടോ. എന്ത് ഭംഗിയാന്ന് നോക്ക്. എന്റെ വീടിന്റെ ഫ്രണ്ട് വശമാണ് കേട്ടോ അത്. ഫുള്ള് പാടായിരുന്നു, ഇപ്പൊ കാട് പിടിച്ച് കിടക്കാണ്. ഇന്നലെ രാത്രി കുട്ടികളെ കാണാണ്ട് ഭയങ്കര വിഷമം. ഇന്ന് രാവിലെ തന്നെ ഞാൻ എന്ത് ചെയ്തു, ഒന്നും മിണ്ടിയില്ല. സർപ്രൈസ് ആയിട്ട് അവരെ കാണാൻ വേണ്ടിട്ട് പോന്നു. ഇതാണ് കേട്ടോ എന്റെ നാട് പോട്ട. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അതുപോലെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ അവിടുത്തെ. രാവിലെ 6:30 തൊട്ട് 8:30 വരെയാണ് കേട്ടോ നീന്തൽ ക്ലാസ്. നമ്മുടെ കാളാഞ്ചിറയിലാണ് കേട്ടോ നീന്തൽ ക്ലാസ് ഉള്ളത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ആ നീന്തൽ ക്ലാസിന്റെ സമയത്ത് തന്നെ ഞാൻ അങ്ങോട്ട് ചെന്നു കേട്ടോ. എനിക്ക് അവര് നീന്തണത് കാണാൻ വേണ്ടിട്ട്. ഞാൻ ചെന്ന വശം ജാനു അവിടെ റെസ്റ്റിലായിരുന്നു. എന്നെ കണ്ട വശം ജാനു ആ ബോർഡ് കൊടുത്ത് വെള്ളത്തേക്ക് ഇറങ്ങിയതാട്ടോ. പിന്നെ ക്ലാസ് കഴിയണ വരെ നീന്തലായിരുന്നു. അമ്മ പറയും ചെയ്തു, നിന്നെ കണ്ട എന്റെ എക്സൈറ്റ്മെന്റ് അടിയത്. അങ്ങനെ നീന്തൽ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങള് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തിയിട്ടോ. എന്നെ കണ്ട സന്തോഷമാണ് കേട്ടോ രണ്ടുപേരുടെ മുഖത്ത്. ഇന്നത്തെ പ്ലാൻ എന്താന്ന് വെച്ചാ, പിള്ളേരൊക്കെ കൊണ്ട് ചാലക്കുടി അങ്ങാടി അങ്ങോട്ട് കറങ്ങാന്നാണ്. അങ്ങനെ ഞങ്ങൾ ചാലക്കുടിയിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ മണിച്ചേട്ടന്റെ ചാലക്കുടി എത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ ഞങ്ങൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി. എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. സ്കൂളൊക്കെ തുറക്കല്ലേ, അപ്പൊ അവരുടെ ഇഷ്ടത്തിന് അവർക്ക് ഇഷ്ടമുള്ള സംഭവങ്ങൾ വാങ്ങാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ബുക്കും സംഭവങ്ങളും എല്ലാം വാങ്ങിച്ച് ഞാനൊരു ചൂരല് കണ്ടപ്പോ ഇത് എടുത്താലോ എന്ന് ചോദിച്ചതാ. എന്തിനാ അമ്മ പറയുന്നത് എല്ലാം ഞങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, എന്തിനാ ചൂരലിന്റെ ആവശ്യം എന്നിട്ട് അത് വാങ്ങിച്ച് അങ്ങോട്ട് തന്നെ വെച്ചുട്ടോ ഞാൻ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഫലൂഡ കഴിക്കാനുള്ള ഒരു സ്പോട്ട് നോക്കി നടക്കാണ് കേട്ടോ. ഫുള്ള് നടത്തിയായിരുന്നു കേട്ടോ. ഇത്തവണ പ്രൈവറ്റ് ബസ്സിലാണ് കേട്ടോ ചാലക്കുടിക്ക് പോയത്. കുട്ടികൾക്കൊക്കെ അത് പുതിയ എക്സ്പീരിയൻസാ. അവരൊന്നും പ്രൈവറ്റ് ബസ്സിലൊന്നും കയറിയിട്ടില്ല. പക്ഷെ പാട്ടൊന്നും ഉണ്ടായില്ല കേട്ടോ പണ്ടത്തെ പോലെ. അത് കഴിഞ്ഞ് ഞങ്ങൾ യൂണിഫോം എടുക്കാനായിട്ട് ശ്രീലക്ഷ്മിയിൽ പോയിട്ടോ. അവിടെ ചെന്നപ്പോ ഉണ്ടടാ ജാനുവിന്റെ കൂടെ പഠിക്കുന്ന രുദ്രാക്ഷനെ കണ്ടു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് യൂണിഫോം ഒക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ തിരിച്ചു പോരാ. അവര് പോട്ടയിൽ ഇറങ്ങുക, ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവരാന്നാ വിചാരിച്ചേ. പക്ഷെ നീന്തൽ ക്ലാസ് കഴിഞ്ഞിട്ടില്ല. അപ്പൊ അവര് പോട്ടയിൽ ഇറങ്ങി, ഞാൻ നെല്ലായിക്ക് പോന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ സ്വസ്തിയിലേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. 2 ദിവസം കഴിഞ്ഞാൽ അവരിങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോഴത്തേക്കും നീന്തൽ ക്ലാസ് കഴിയും. ഇതിന്റെ ഫുൾ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടുണ്ട് കേട്ടോ. താല്പര്യമുള്ളവർ പോയി കണ്ടോളൂ.